ഒരു കേരള സ്റ്റൈൽ മലയാളി മങ്ക എന്നൊക്കെ വേണിച്ച് പറയാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയാലോ. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു തിരുവാതിര കളിയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് കണ്ടിട്ട് പോണേ. ഓൾറെഡി തലേദിവസം പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഉടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ധനുമാസത്തെ തിരുവാതിര ടൈമിൽ ഒരു തിരുവാതിര കളി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഈ തിരുവാതിരയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പേ പ്ലീറ്റ് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഇത് വീതിയായിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഡാൻസ് ഒക്കെ കളിക്കേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സെറ്റായി എന്ന് വിചാരിക്കുന്നു. ബാക്കൊക്കെ ഇതാ അങ്ങനെ. ബ്ലൗസ് ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല കളറുണ്ട്, പക്ഷേ ഈ കളറല്ല കേട്ടോ, കുറച്ചൊരു റെഡായിട്ട് ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊരു മെറൂൺ കളറാണ് കേട്ടോ. ഫോണിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ല ബ്ലൗസൊന്നും. അപ്പം ഇനി അടുത്തത് കുറച്ച് മുഖത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് തേക്കാം. ഞാൻ ലൈറ്റായിട്ട് ഒലയുടെ ക്രീം മാത്രം കേട്ടോ തേക്കുള്ളൂ, ഫൗണ്ടേഷൻ അതൊന്നും ഇടണില്ല. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നും. അപ്പം ലൈറ്റ് മേക്കപ്പ് ഉള്ളൂ. ഇനി അടുത്തത് ഒരു ഫങ്ഷനും കൂടി വരുന്നുണ്ട് കേട്ടോ. തിരുവാതിരയുടെ വേറൊരു ദിവസം വരുന്നുണ്ട്. അപ്പം അതിന് ചിലപ്പോൾ ഞങ്ങൾ റെൻറ്റിന് എടുക്കും കേട്ടോ. സാധനങ്ങളൊക്കെ റെൻറ്റിന് എടുക്കും, മേക്കപ്പൊക്കെ നന്നായിട്ട് ചെയ്യും. ഇതിപ്പോൾ സിമ്പിളായിട്ട് അരങ്ങേറ്റാണ് ചെറുതായിട്ട്, അപ്പോൾ ലൈറ്റ് മേക്കപ്പൊക്കെ മതി. അരങ്ങേറ്റത്തിന് ലൈറ്റ് മേക്കപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഇവിടെ അമ്പലമുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്, അരങ്ങേറ്റം ചെയ്യണത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് മതി. ഇതിന് കുറച്ച് ആൾക്കാരെ വരുള്ളൂ. ഈ കണ്ണ് ചെയ്താൽ ഇവിടെ കണ്ടോ, കുറച്ച് വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇതിൻ്റെ ബോർഡറിൻ്റെ അത്ര എടുക്കാറുള്ളൂ. പിന്നെ പൊട്ട് കുറച്ച് പിന്നെ ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ഇന്നലെ തന്നെ ഇട്ട് വെച്ചു. ഈ കയ്യിൽ ഇടാനുള്ള ടൈം കിട്ടിയില്ല. പൊട്ട് കുറച്ച് വലുതുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാനൊരു കുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടിയിലൊരു ചെറിയ കുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ ഒരു സ്റ്റൈല്. ഇനി ഹെയർ സെറ്റാക്കാം. ഹെയർ അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൊണ്ട കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ കൊണ്ട കെട്ടാൻ അറിയില്ല, എനിക്കങ്ങനെ ഇടണ്ടും ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വിചാരിക്കണേ അങ്ങനെ ക്ലിപ്പ് വെച്ച് കുത്തിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണേ. നമുക്ക് തിരുവാതിര കളിക്ക് എങ്ങനെ വേണിച്ചാലും ഹെയർ ഇടാം കേട്ടോ. ലൂസായിട്ട് ഇടാം, കെട്ടി വയ്ക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികൾ പെർഫോമൊക്കെ ചെയ്യില്ലേ കോമ്പറ്റീഷൻ, അതിനൊക്കെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറേ മുടിയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്, അപ്പോൾ വിചാരിച്ചു കെട്ടി വയ്ക്കാണ്. ഇടയിൽ മുടിയൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൊണ്ട കെട്ടാൻ അറിയില്ല, എന്നാലും വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കെട്ടാം. ക്ലിപ്പ് കുത്താട്ടോ. അപ്പതാ ഞാൻ ഇങ്ങനെ കെട്ടിണ്ട് കേട്ടോ. ഈ സൈഡ് ശരിയായില്ല, ഈ സൈഡ് ശരിയായി. കുറച്ച് സ്ലൈഡുകൾ കയ്യിൽ വയ്ക്കും. മുടി അങ്ങോട്ട് തൃപ്തിയാവണില്ല, പക്ഷെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചോക്കർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു മാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഇതും നല്ല ഭംഗിയുണ്ട്, ഇതും ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ചോക്കർ തന്നെ ഇടാം, ഒരു സിമ്പിളായിട്ട് മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചോക്കർ ഇട്ടു കേട്ടോ. അപ്പോൾ ഏതിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് ഞാൻ ചോക്കർ തന്നെ ഒപ്പിച്ചു കേട്ടോ. വള റെഡ് കുപ്പി വളയാണ് കേട്ടോ.
ലൈറ്റ് പോകുന്നുണ്ട്. ഇത് കൊട്ട ഗിൽറ്റ് കൊണ്ട് വളരെ സെറ്റ്. ഇനി കമ്മലിട്ടില്ല, ലിപ്സ്റ്റിക്കും ഇട്ടിട്ടില്ല. കമ്മലെടുക്കട്ടെ. കമ്മൽ ഈ ഒരു ജിമിക്കാണ് കേട്ടോ ഇടുന്നത്. ഹായ്, എനിക്കിത് മാച്ചിങ് ആണല്ലോ, ഞാൻ പ്ലസ് ശ്രദ്ധിക്കും. കമ്മലിതാ. മുടിയൊക്കെ നോക്കുക, ആകെ പോന്നു. നീ അവിടെ ചെന്നിട്ട് ആർക്കെങ്കിലും കെട്ടിത്തരാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ഉണ്ട കെട്ടാൻ തീരെ ഇഷ്ടമല്ല. മുടി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിടർത്തിയിട്ടത് കൊണ്ട് അങ്ങനെ എനിക്ക് ശീലമായി കേട്ടോ. അപ്പോൾ ഉണ്ട കെട്ടാൻ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. എനിക്ക് മാച്ചിങ് ആവില്ല എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടിയത്തെ മുടി മാത്രം എടുത്തിട്ട് കുറച്ചിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ക്ലിപ്പ് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ട്. പിന്നെ എക്സസൈസായിട്ട് മുടി ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ ഞാനൊരു പിൻ സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ എടുത്തിട്ട് സ്ലൈഡ് വെക്കാനായി. മാല തന്നെ മതി, ഇത് ഉറപ്പിച്ചു. അടിയിലൊന്ന് കണ്ണെഴുതട്ടെ കേട്ടോ. പിരികം കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. പിരികൊക്കെ ലൈറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭംഗിക്ക് സിന്ദൂരം നട. കുറച്ച് റെഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് റെഡ് ഇടാം, അല്ലെങ്കിൽ ഞാൻ ഈ കളറല്ല ഇടാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് പറയണം കേട്ടോ. മോതിരം കൂടിയിട്ടുണ്ട്. കയ്യിലിതും കയ്യിൽ ഞാത്തിടാം. ഇതിങ്ങനെയാണ് ഇടുക, അതങ്ങനെയാണ്. പിന്നെ മിഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിഞ്ചി കൂടിയിട്ട് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ച് സാരി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി തിരുവാതിര കളിയും കൂടിയും കാണാം കേട്ടോ. മുല്ലപ്പൂവൊക്കെ ഇനി അവിടെ പോയിട്ടാണ് വെക്കണത്. മുല്ലപ്പൂക്കെ ഇനി അവിടെ ചെന്നിട്ടാട്ടോ വെക്കുന്നത്. എല്ലാം ഞാൻ കുട്ടി കുട്ടി ഐറ്റംസാണ് കേട്ടോ ഇട്ടത്. ശരിക്കും തിരുവാതിര കളിക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്ക് മുടിയുടെ മാത്രം ഒരു തൃപ്തിയായില്ല കേട്ടോ. കുറച്ചൊക്കെ ചെരിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാവരും കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ആരും വിടർത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വളയും മാലയും കമ്മലും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചെറിയ മലയാളി മങ്ക പോലെ ആയിട്ടുണ്ട്. മോതിരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, വളയൊക്കെ ഇട്ടിട്ടുണ്ട്, കുപ്പിവളയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് വരാം, ബായ്. അവിടെ എത്തി നമ്മൾ ശ്രീനാരായണ ഗുരുവിന് വിളക്കൊക്കെ വെച്ച് എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണ് കേട്ടോ കളിക്കാൻ പോയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫുൾ ടീം. 24 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു മെഗാ തിരുവാതിര പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് വല്ല തിരുവാതിര കളി കളിച്ചതിൻ്റെയോ തിരുവാതിരയുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ച് വീഡിയോ കണ്ടോളൂ. മനീഷ ചിരിച്ചോട്ടോ.
അപ്പോൾ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിത. ഇവളാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിരിച്ച് കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തെറ്റിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കളിച്ചു കിട്ടാം. പിന്നെ അവിടെ എത്തിയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറേ പേരുടെ ഡാൻസും പരിപാടികളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉണ്ണി ഇതാ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവനിത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മൈക്കിൽ കുറച്ച് നേരം പാട്ടൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഓൺ ചെയ്തെന്താ? ഉറക്കെ പാട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.